ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സിനാൻഷ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബ് കൗണ്ട് എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. എന്നാൽ സമയം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കഴിഞ്ഞ് കുഞ്ഞു ബെല്ലൈക്കണം അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തനായ ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, കണ്ടോ, ഇവിടെ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബ് കൗണ്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ പതുക്കെ ബാക്ക് അടിക്കുക. അങ്ങനെ ബാക്ക് അടിച്ചതിന് ശേഷം ക്രോം ബ്രൗസർ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കാവും ലഭിക്കുക. കണ്ടോ, ഈ ഭാഗത്ത് ഒരു യൂട്യൂബിൻ്റെ ഒരു ചിഹ്നം, ആ ചിഹ്നത്തിന്മേൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കാവും നിങ്ങൾ ആദ്യം പോവുക. അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ഇങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു 3 ഡോട്ട്സ് കണ്ടോ, ആ 3 ഡോട്ട്സുമേ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പതുക്കെ സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കാണും, കണ്ടോ, ഡെസ്ക്ടോപ്പ് സൈറ്റ്. ആ സൈറ്റ് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ എനേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ പതുക്കെ നമ്മുടെ സ്ക്രീൻ ഒന്ന് വലുതാക്കി നമ്മുടെ സൈഡിലേക്ക് ഒന്ന് പതുക്കെ സ്ക്രോൾ ചെയ്യുക. അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ ലോഗോ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചാനൽ ലോഗോമേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യുവർ ചാനൽ, ഫസ്റ്റ് തന്നെ ഈ ഓപ്ഷൻ കണ്ടോ, യുവർ ചാനൽമേൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻ ഒന്ന് പതുക്കെ ചെറുതാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഇവിടെ 2 ഓപ്ഷനുണ്ട്, കണ്ടോ. ഒന്ന് കസ്റ്റമൈസ് ചാനൽ ആൻഡ് മാനേജ് യു വീഡിയോസ്. അപ്പോൾ നിങ്ങൾ മാനേജ് വീഡിയോസ് ഉണ്ടോ, ആ മാനേജ് വീഡിയോസ് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഇവിടെ കാണിച്ചു തരും. അങ്ങനെ പതുക്കെ നമ്മളൊന്ന് സ്ക്രീൻ വലുതാക്കി കൊടുത്ത് നമ്മൾ ഈ സൈഡിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കണ്ടോ, ആ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻ ഒന്ന് പതുക്കെ ചെറുതാക്കി കൊടുക്കുക. അങ്ങനെ ചെറുതാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ നിങ്ങൾ കണ്ടോ, സെക്കൻഡ് ഓപ്ഷനായ ചാനൽ, ആ ചാനൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പതുക്കെ സൈഡിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കണ്ടോ, ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, ആ അഡ്വാൻസ്ഡ് സെറ്റിങ്സിന്മേൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഭാഗം കണ്ടോ, അതൊന്ന് പതുക്കെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. പതുക്കെ സ്ക്രോൾ ഡൗൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും, കണ്ടോ, സബ്സ്ക്രൈബ് കൗണ്ട് ഡിസ്പ്ലേ ഓഫ് മൈ പീപ്പിൾ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. കണ്ടോ, അത് ഡിസേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം പതുക്കെ ഒന്ന് സ്ക്രീൻ വലുതാക്കി നമ്മൾ സ്ക്രീനൊന്ന് സേവ് എന്ന് കണ്ടോ, ഈ ഭാഗത്ത് ഇതാ ഈ ഭാഗത്ത് സേവ് എന്ന് കണ്ടോ, ആ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ സെറ്റിംഗ് സേവ് ആയിട്ടൊന്നും കാണിച്ചതുണ്ടോ, ഈ ഭാഗത്ത് സേവ്ഡ് എന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ കാണിച്ചതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക. അങ്ങനെ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്, നമ്മുടെ യൂട്യൂബിലേക്ക്. ഒന്ന് സ്ക്രോൾ ആക്കണ്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ട് ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട്, കണ്ടോ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ട് അവിടെ 6 മണിക്കൂറത്തേക്ക് കാണിക്കും. കാരണം അത് യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവും. അത് 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ അത് ഹൈഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തനായ ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. എന്നാൽ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ബൈ.